സാഹചര്യമനുസരിച്ച് ശബരിമലയിലെ സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി. ഓരോ ദിവസത്തെയും തിരക്ക് പരിഗണിച്ചാവണം തീരുമാനം. എക്സിക്യൂട്ടീവ് ഓഫീസറും ചീഫ് പോലീസ് കോർഡിനേറ്ററും ചേർന്ന് തീരുമാനമെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, എന്തൊക്കെയാണ് കോടതിയുടെ നിർദ്ദേശങ്ങൾ തിരക്കുമായി ബന്ധപ്പെട്ട്? മാത്രമായി സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തി ഹൈക്കോടതിയുടെ നിർദ്ദേശം നൽകിയിരുന്നു. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോഴാണ് കുറെ കൂടി ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ചില കണക്കുകൾ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ ഹാജരാക്കി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയത്. അതിൽ എല്ലാ ഭാഗങ്ങളിലും ഉൾക്കൊള്ളാനാവുന്ന കൃത്യമായൊരു കണക്ക് സഹിതമാണ്. കോടതിയുടെ തന്നെ നിർദ്ദേശമുണ്ടായിരുന്നു. അതിനനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരക്ക് കുറഞ്ഞൊരു സാഹചര്യവും കോടതിയെ ബോധ്യപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉചിതമായ ഒരു തീരുമാനമെടുക്കാം. ചിലപ്പോ 2 ദിവസം മുമ്പ് കഠിനമായ തിരക്കുണ്ടായിരുന്നെങ്കിൽ 1-2 ദിവസം കഴിയുമ്പോൾ അത് അങ്ങനെ ആകണമെന്നില്ല. അതുകൊണ്ട് ഓരോ ദിവസത്തെയും തിരക്കുകൾ പരിഗണിച്ച്, സാഹചര്യം പരിഗണിച്ച് തീരുമാനമെടുക്കണം. സ്പോട്ട് ബുക്കിംഗ് എത്രയാണ് എന്നൊരു കാര്യത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറും ചീഫ് പോലീസ് കോർഡിനേറ്ററും തമ്മിൽ ഒരു ചർച്ച നടത്തി ഒരു തീരുമാനമെടുക്കണം. ആ തീരുമാനം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ച് നടപ്പാക്കാവുന്നതുമാണ് എന്ന് ഹൈക്കോടതി ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും എന്തെങ്കിലും പ്രത്യേകമായ സാഹചര്യത്തിൽ വളരെ വലിയ തീരുമാനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ അക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കണമെന്നുമാണ് ഇപ്പോൾ ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം.